അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. ഈ വീഡിയോസ് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു ലോട്ടറി കണ്ടിട്ട് ഒരു പ്രൈം നമ്പർ പാറ്റേൺ ഒരു ലോട്ടറി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ആ നമ്പർ അന്നത്തെ ദിവസം അടിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ ദിവസമല്ല അത് എന്ന് വരും, അത് ഞാൻ അന്നത്തെ വീഡിയോസിൽ പറയാൻ മറന്നുപോയി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല 13, 20, 23, 29. അപ്പോൾ ആ ഒരു പാറ്റേൺ പ്രൈം നമ്പറിൻ്റെ ആ ഒരു പാറ്റേണിൽ അപ്പോൾ നിങ്ങൾ പറയും 13, 23, 20, 29 മാത്രം അടിക്കുന്നുള്ളൂ, വേറെ നമ്പർ അടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. അതെങ്ങനെയാണെന്നൊക്കെ ഇതിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായിട്ടും കണ്ടാൽ മാത്രമേ കാര്യങ്ങൾ അറിയുള്ളൂ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ABCയുടെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു LCMനെ കുറിച്ച്. LCM നോക്കുന്നത് രീതി, അത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള രീതി സിമ്പിൾ ട്രിക്കാണ്. അതായത് നമ്മൾ ഏതൊരു കാര്യവും പഠിച്ച് പറയുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ പഠിപ്പിൻ്റെ അനുസരിച്ചിരിക്കും കാര്യങ്ങൾ പറയാം. ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അത് പഠിപ്പ് അതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അപ്പോൾ ഒരു LCM നോക്കുകയെന്ന് പറഞ്ഞാൽ പഠിച്ചവർ നോക്കുമ്പോൾ അത് പല രീതിയിൽ ഇങ്ങനെ നോക്കും. പക്ഷേ അത് നമ്മൾ പഠിപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ട്രിക്ക് പരമായിട്ട് നോക്കിയിട്ടാണ് അതിൻ്റെ ഐഡിയ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, ജെമിനി AI എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഏത് നമ്പർ അടിച്ചു കൊടുത്താലും അതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ അതിൻ്റെ LCM എത്ര എന്നുള്ളത് അവിടെ കിട്ടും. പിന്നെ വാട്സപ്പിൽ നമ്മുടെ AI ഒരു വട്ടത്തിലൊരു എല്ലാ വാട്സപ്പിലും ഉണ്ടാവും, വട്ടത്തിലൊരു മെറ്റ AI എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതിൽ തൊട്ടിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അതിൽ ഉത്തരം കിട്ടും. പിന്നീടാണ് ഞാനത് ആലോചിച്ചത്, നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് LCM ഒന്ന് കണ്ടുപിടിക്കേണ്ട ഒരു നമ്പറുണ്ട്. ഫസ്റ്റ് പ്രൈസിൽ അടിച്ചിട്ടുള്ള എല്ലാ നമ്പറും ഓരോന്നായിട്ട് ഇങ്ങനെ അതിലടിച്ചു കൊടുക്കുക. അതിൽ LCM വേണമെന്ന് പറഞ്ഞാൽ അവർ LCM തരും, സിമ്പിളാണ്. അപ്പോൾ അതറിയാത്തവർ അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജെമിനി AI എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് എന്ത് ചോദിച്ചാലും അത്, ഒരു കവിത വേണമെന്ന് പറഞ്ഞാലും കവിത വേണമെങ്കിലും പറഞ്ഞു തരും, അല്ലെങ്കിൽ മറ്റുള്ള എന്ത് ചോദിച്ചാലും പറഞ്ഞു തരും അതിൽ. അപ്പോൾ നമുക്കൊരു LCM വേണോ, LCM നന്നായിട്ട് അതറിഞ്ഞോ, കാരണം അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ LCM വേണം. 5000 അടിച്ചൊരു നമ്പർ ഇപ്പോൾ ഏതായാലും ഇപ്പോൾ 24, 28 എന്ന് പറഞ്ഞൊരു നമ്പറിൻ്റെ LCM വേണം എന്ന് പറയുകയാണെങ്കിൽ 2, 4, 2 വീണ്ടും അടിക്കരുത്, 2 പ്രാവശ്യം അടിക്കരുത്, ഒരു 8 അടിച്ചാൽ മതി. 2, 4, 8 അതിൻ്റെ LCM വേണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ LCM തരും. അപ്പോൾ ആ LCM കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് നെക്സ്റ്റ് റിസൾട്ടിലും അവിടുത്തെ റിസൾട്ടിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ നെറ്റ് നോക്കുകയാണെങ്കിൽ അതിലും കുറേ ഐഡിയകൾ കിട്ടും. എനിക്ക് കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ആ ABC എന്നുള്ള ആ പരിപാടിയിൽ ഫസ്റ്റ് പ്രൈസിൻ്റെ ഇതിൽ കറക്റ്റായിട്ടൊരു കണ്ണിങ് ആണ്. പക്ഷെ അതൊന്നും കൂടി നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് പ്രൈസിൻ്റെ ഇതിൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോണത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോട്ടറി കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൽ നമുക്ക് പ്രൈം നമ്പർ, അതായത് 6 നമ്പറാണല്ലോ, 6ാമത്തെ നമ്പർ എങ്ങനെ എടുക്കണം, അതിൽ തന്നെ പ്രൈം നമ്പർ വന്നാൽ എന്ത് ചെയ്യണം, അതിൽ 3, 6, 9 നമ്പർ വന്നാൽ എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൽ നമ്പർ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു നമ്പർ നോക്കുമ്പോൾ തന്നെ സ്കാൻ ചെയ്ത പോലെ നമ്മുടെ കണ്ണൊരു സ്കാനറാണെന്ന് വിചാരിച്ചാൽ മതി. കണ്ണോട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈം നമ്പറുകൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. 2, 3, 5, 7 ഞാൻ പറയാറുണ്ട്. അങ്ങനെ ഏകദേശം 5 നമ്പറാണ് നമ്മൾ കൂട്ടുന്നത്. 5 നമ്പർ കൂട്ടുമ്പോൾ ഏകദേശം നമുക്കറിയാം 45 വരെ കിട്ടുള്ളൂ അല്ലേ. 5, അതായത് 5, 9 കൂട്ടിയ 45, അതിലും വലിയ നമ്പർ 5 അപ്പോൾ 45 വരെയുള്ള പ്രൈം നമ്പർ ഏകദേശം താഴോട്ട് നോക്കണമെങ്കിൽ 43 വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 43 വരെ, അപ്പോൾ അതുക്ക് മേലെ എന്താ വരില്ലേ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചും എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ പ്രൈം നമ്പർ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഇടയിലൊരു 3, 6, 9 നമ്പർ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്പർ എങ്ങനെ കളക്ട് ചെയ്യാം. അതുപോലെ 31, 75 അടിച്ചെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയും 31, 76 അടിക്കില്ലേന്ന്. അതെങ്ങനെ അടിച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം 31, 74 വരുമ്പോഴാണ് 31, 76 വരുന്നത്. 31, 71 വന്നു കഴിഞ്ഞാൽ 31, 75 വരുന്നു. ഇനിയിപ്പോൾ 31, 71 വന്നാൽ അതിൻ്റെ കൂടെ വേറൊരു രീതിയിലും വരാം. 31, 71, 31, 74, 31, 77. കാരണം അത് വേറൊരു പാറ്റേണാണ്. കാരണം 1, 4, 7 എന്നുള്ള ആ പാറ്റേൺ ഉണ്ട്. അത് 3, 6, 9. അപ്പോൾ അങ്ങനെ 3 രീതിയിലൊക്കെ ഇതിൽ ലാസ്റ്റ് നമ്പറുകൾ മറിയും. അതുകൊണ്ട് എല്ലാ നമ്പറുകൾക്കും ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഇവിടുന്ന് കണ്ടിട്ട് നിങ്ങൾ ഒന്നും മനസ്സിലായില്ല എന്ന് പറയരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ടിക്കറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഇതിലെങ്ങനെയാണ് ലാസ്റ്റ് വന്നത്, ഇനി എങ്ങനെയാണ് വരിക എന്നൊക്കെയുള്ള. ഓക്കെ, അത് ആ നമ്പർ 1 വന്നാൽ പിന്നെ വേറെ ഏതിലാണ് വരിക, ശ്രീശക്തിയിൽ വന്നാൽ പിന്നെ ധനലക്ഷ്മിയിൽ വരുമോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഏകദേശ കണക്ക് നമുക്ക് പിടികിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിൽ കിടക്കാം. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ആ നമ്പറിൻ്റെ ആ പാറ്റേൺ. എന്താണ് ഈ പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഒരു ടിക്കറ്റ് കാണാമെന്ന് വിചാരിച്ചു, നമുക്ക് ടിക്കറ്റിന് എടുക്കാം. കാര്യത്തിൽ ടിക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു 5 നമ്പറാണ് നമ്മൾ കൂട്ടുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു 5 നമ്പർ കൂട്ടുന്നത്, ഇത് 6ാമത്തെ നമ്പറാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു 5 നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക നോക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ മൊത്തം കൂട്ടുക. 7, 1, 8,
അതായത് 7 3 10 11 11 5 16 2 18. അതായത് ഈ ഒരു 5 നമ്പർ കൂട്ടുമ്പോൾ 18 കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ 18 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാറ്റേണിൽ നോക്കാം. കണ്ടില്ലേ, 18 കിട്ടുന്ന നമ്പറുകളിൽ ഇത് കണ്ടില്ലേ, ഫസ്റ്റ് 5 നമ്പർ കൂട്ടുമ്പോൾ 18 കിട്ടുന്ന നമ്പറുകളിൽ ലാസ്റ്റ് 1 അല്ലെങ്കിൽ 5 എടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇങ്ങനെ ഞാൻ പാറ്റേൺ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 31 71 അല്ലെങ്കിൽ 31 75. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 31 71 വന്നിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണം. 31 71 വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും 5 കയറി അടിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഏതാ ടിക്കറ്റ് നോക്കാം. കാരുണ്യ പ്ലസ് ആണ്. അപ്പോൾ ഈ കാരുണ്യ പ്ലസ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഇതേ 7-ാം തീയതിയിലത്തെ കാരുണ്യ പ്ലസ് ആണ്. 7-ാം തീയതിയിലത്തെ കാരുണ്യമാണത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് സംഭവം. എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 31 71 അല്ലെങ്കിൽ 5. അപ്പോൾ ഈ കാരുണ്യ പ്ലസ്സിൽ നമുക്ക് എടുക്കും വേണം. അപ്പോൾ ഈ റിസൾട്ട് എന്തായാലും വന്നിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ളതാണ് നമ്മൾ ശരിക്കും നോക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് കഴിഞ്ഞ കാരുണ്യ പ്ലസ് വരെ ഞാൻ നോക്കിയപ്പോൾ അവിടെ അടിച്ച് കിടക്കുന്നത് 31 71. ഓക്കെ, അപ്പോൾ അങ്ങനെ 31 71 വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അങ്ങനെ 31 71 വന്നു കഴിഞ്ഞാൽ 31 71 ഏതിലാണ് വന്നിട്ടുള്ളത്? കാരുണ്യ പ്ലസ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാരുണ്യ പ്ലസ് കഴിഞ്ഞാൽ പിന്നെ സുവർണയാണ്. അപ്പോൾ പിന്നെ എന്തായാലും സുവർണയിലാണ് 31 75 ചാൻസ്. സംഗതി ഇത് കാരുണ്യ പ്ലസ്സിലത്തെ ടിക്കറ്റാണ് നമ്മൾ എടുത്തതെങ്കിലും കാരുണ്യ പ്ലസ്സിൽ അത് വന്നില്ല. പക്ഷെ അത് സുവർണയിലാണ് 31 75 കയറി അടിച്ചത്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് ഇറക്കാം. 31 76 അടിച്ചിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഇതിവിടെ നോക്കാം നമുക്ക് അല്ലേ, 31 76 വരുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യാമെന്ന് ചോദിക്കില്ലേ? അപ്പോൾ അതിനുള്ളൊരു ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ 6-നൊരു, അതായത് ഒരു ടിക്കറ്റ് കൂട്ടുമ്പോൾ നമ്മളൊരു ടിക്കറ്റ് കാണുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു 25 കിട്ടുന്ന നമ്പറാണെന്ന് വിചാരിക്കുക. 25 കിട്ടുന്ന നമ്പറാണ്. അപ്പോൾ ആ 25 കിട്ടുന്ന നമ്പറാണെങ്കിൽ അതിൽ നിങ്ങൾ ലാസ്റ്റ് നമ്പർ ഇതുപോലെ 4 അടിച്ചിട്ടുണ്ടോ നോക്കുക. 4 അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും 6 വന്നിരിക്കും. അപ്പം ഞാൻ 31 76 മുന്നേ 4 വന്നിട്ടുണ്ടോ നോക്കാം. ഒരു 2 ദിവസം ബാക്കിൽ ഒരു ദിവസം ബാക്കിൽ നോക്കുമ്പോൾ 31 74 ഉണ്ട്. അപ്പോൾ ഈ നമ്പർ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അടിച്ചല്ലോ എന്ന് നിങ്ങൾ പറയും. അല്ല, അതിൻ്റെയും പിന്നാലെ ഏകദേശം ഇത് 12-ാം തീയതിയാണല്ലോ. 6-ാം തീയതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ 6-ാം തീയതിയിൽ 31 74 അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ 31 74 വന്നു കഴിഞ്ഞാൽ അവിടെ 6-നാണ് ഒരു ചാൻസ് വരുന്നത്. കണ്ടില്ലേ? 31 74 വന്നാൽ, അതായത് ഒരു നമ്പർ കൂട്ടുമ്പോൾ 25 കിട്ടുന്ന ടിക്കറ്റുകളിൽ ലാസ്റ്റ് 4 വന്നിട്ടുണ്ടെങ്കിൽ 6 വരും, അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 വരും. ഇതാണ് കണക്ക്. ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള പാറ്റേണാണിത്. ഇനി നിങ്ങൾ പറയും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി 31 71 അടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു 4 വന്നു. ഇനി അടുത്ത് 31 77 വരുന്നു. അതെങ്ങനെയാണെന്നും കൂടി സിമ്പിളായിട്ട് ഒറ്റ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ നമുക്കറിയാം, ഈ പാറ്റേൺ ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 1 4 7 2 5 8 3 6 9 ഈ ഒരു പാറ്റേൺ നിങ്ങൾക്കറിയാമല്ലോ. അതേണ്ട 1 2 3 4 5 6 7 8 9. അതേസമയം 9 വരെയുള്ള നമ്പറും ഉണ്ട്. പക്ഷേ ഇതിൽ ഈ ഒരു പാറ്റേൺ 1 4 7 2 5 8 3 6 9 വരുന്ന നമ്പറുകൾ ഏതിലാണ് ശരിക്കും കൂടുതൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം നമ്പറുകളിൽ മാത്രമേ ആ പാറ്റേൺ കറക്റ്റായിട്ട് വരുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 3 10 11 കണ്ട, ഈ ഒരു 3 നമ്പർ കൂട്ടുമ്പോൾ തന്നെ ഇതൊരു 11. അപ്പോൾ ഇങ്ങനെ പ്രൈം നമ്പറുകൾ കിട്ടുകയാണെങ്കിൽ 11 13 17 19 29 23 അങ്ങനെ ഒരുപാട് 97 വരെയുള്ള പ്രൈം നമ്പർ ഉണ്ട്. ഇനിയിപ്പോൾ എത്ര വലിയ പ്രൈം നമ്പറുകൾ എടുത്താലും ആ പ്രൈം നമ്പറുകളിൽ മാത്രമേ ലാസ്റ്റ് 1 4 7 കറക്റ്റായിട്ട് പോകുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഉദാഹരണം ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് എത്രയാണ്? 31 71 വിചാരിക്കുക. അവിടെ 1 4 7 8 കാണിച്ചു തരാം. 31 71 31 74 31 77 കണ്ടില്ലേ? 1 4 7 എന്നുള്ള പാറ്റേൺ ഈ പ്രൈം നമ്പർ 3 ഇത് 3 കൂട്ടുമ്പോൾ പ്രൈം നമ്പറാണ്. 11 എന്ന് പറഞ്ഞ നമ്പർ പ്രൈം നമ്പർ ആയതുകൊണ്ടാണ് കറക്റ്റായിട്ട് 1 4 7 പോയത്. അതേസമയം ഇതൊരു 13 കിട്ടുന്നതെങ്കിൽ 13 14 15 അവിടെ 2 5 8 പോവുക. മനസ്സിലായല്ലോ? 13 ഇതൊരു 13ൻ്റെ നമ്പറാണെങ്കിൽ അവിടെ 2 5 8 കറക്റ്റായിട്ട് ആ നമ്പർ പോവും. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു നമ്പർ കൂട്ടുക നമ്മൾ കറക്റ്റായിട്ട്. ഇത് 11 11 ഇവിടെ നമ്മൾ ഒന്നിട്ടപ്പോൾ എത്രയായി? 15 സോറി 11 1 12 ഇത് ഇവിടെ 12 ഇട്ടു. ഇവിടെ 11 4 എത്ര? നമ്മളിട്ട 4 15 ഇതേ 15. ഇവിടെ 7 10 11 7 എത്ര? 18 കണ്ടില്ലേ? ഇനി ഈ ഒരു നമ്പർ നോക്കി കഴിഞ്ഞാൽ 2 1 3 കണ്ടോ? 3 1 ഇവിടെ എത്ര? 5 1 6 6 1 ഇവിടെ 8 1 9 ഇവിടെ 9 1 ഇവിടെ 3 6 9ൻ്റെ ഒരു മെത്തേഡ് പോണത് കറക്റ്റായിട്ട് പ്രൈം നമ്പറുകളിൽ മാത്രമായിരിക്കും.
ഓക്കെ. അപ്പോൾ ഒരു വേറെ ഏതൊക്കെയോ നമ്പറുകളിൽ പോയിട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ചാൽ കറക്റ്റായിട്ട് വരില്ല. എന്താ കാരണം വെച്ചാൽ പ്രൈം നമ്പറുകളിൽ മാത്രമേ ഈ ഒരു പാറ്റേൺ കറക്റ്റായിട്ട് പോവുള്ളൂ. 3, 6, 9 എന്നുള്ള മെത്തേഡ് പ്രൈം നമ്പറുകളിലാണ്. ലാസ്റ്റ് നമ്പർ ആയാലും ഇടയിലായാലും എവിടെയായാലും ഈ നമ്പർ ചേഞ്ച് ആകുന്നത്. അതും കറക്റ്റായിട്ട് 2 അടിച്ചാൽ 5 വരുന്നു, 5 അടിച്ചാൽ 8 വരുന്നു, 3 അടിച്ചാൽ 6 വരുന്നു, 6 അടിച്ചാൽ 9 വരുന്നു, 1 അടിച്ചാൽ 4 വരുന്നു, 4 അടിച്ചാൽ 7 വരുന്നു. ഈ ഒരു പാറ്റേൺ പ്രൈം നമ്പറുകളിൽ മാത്രമായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട. ഇത് ഞാൻ വേറെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞത് മാത്രം. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് വീണ്ടും നെക്സ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് 78, 24 എടുക്കാം. 78, 24 അടിച്ച് പോയൊരു നമ്പർ തന്നെയാണ് കേട്ടോ. അതെന്താണെന്നുള്ളതും ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതിൽ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എന്നത്തെ ടിക്കറ്റ്? അത് സമൃദ്ധിയിലത്തെ ടിക്കറ്റാണ്, 10-ാം തീയതിയിലത്തെ ടിക്കറ്റാണ്. അപ്പോൾ നമുക്കിവിടെ 10-ാം തീയതിയിൽ ഞാൻ കാണിച്ചു തരാം. ടിക്കറ്റ് അടക്കം ഉദാഹരണം കാണിച്ചാൽ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുള്ളൂ. ഇത് 10-ാം തീയതിയിലത്തെ സമൃദ്ധിയാണ്. ഇതിലടിച്ചിട്ടുള്ള ടിക്കറ്റ് എത്രയാണ് നോക്കിയാൽ നിങ്ങൾ 78, 23. അല്ല, ഇവിടെ അടിച്ചിട്ടുള്ള നമ്പർ നോക്കി 78, 23 കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് 1000-ൽ. അതെങ്ങനെയാണ്? അത് നമുക്ക് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഒരു 5 നമ്പർ നിങ്ങളൊന്ന് കൂട്ടി നോക്കുക. ഈ ഒരു 5 നമ്പർ ഒന്ന് കൂട്ടി നോക്കിയേ. കൂട്ടി കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും നോക്കാം, നമുക്ക് നോക്കാം. ഇപ്പോൾ 8ഉം 2ഉം 10, 17, 17ഉം 8ഉം 25, 25 4ഉം എത്ര? 29. ഈ 29 എന്ന് പറഞ്ഞത് ഒരു പ്രൈം നമ്പറാണ്. മനസ്സിലായ? അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ്, എങ്ങനെയാണിത് പ്രൈം നമ്പർ? ഇതൊരു പ്രൈം നമ്പറാണ്. കറക്റ്റായിട്ട് നമുക്ക് 29 ഒരു പ്രൈം നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്രൈം നമ്പർ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ 9 കൂട്ടണം. പ്രൈം നമ്പർ അതായത് 29 കഴിഞ്ഞാൽ 30, 31, 32, 33, 34, 35, 36, 37, 38. എന്നിട്ട് നമ്മളിവിടെ 38ൻ്റെ പാറ്റേൺ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതെ, ഇവിടെ 38 എടുക്കുക. ഇതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 38 അല്ലേ? 38 തൊട്ട് 47 വരെയുള്ള ആ ഒരു പാറ്റേൺ ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് ഒരു നമ്പർ നമ്മൾ 5 നമ്പർ കൂട്ടുമ്പോൾ അതിൽ 38 കിട്ടുകയാണെങ്കിൽ ആ 38ലെ ലാസ്റ്റ് നമ്പർ ഏതെടുക്കണം എന്നുള്ള പാറ്റേൺ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 78, 23 എടുക്കാം, 78, 25 എടുക്കാം, 78, 29 എടുക്കാം. മനസ്സിലായല്ലോ? ഇവിടെ 78, 23, 5, 9 ആണ് വരുന്നത്. 78, 23, 78, 25, 78, 29. ഇതിലത്തെ നമ്പർ കറക്റ്റായിട്ട് 78, 23 അന്നത്തെ ദിവസം തന്നെ അടിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി അതെന്താണെന്നും കൂടിയും കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്പർ 5 എണ്ണം കൂട്ടിയപ്പോഴും നമുക്ക് കിട്ടിയ നമ്പർ 29 ആണ്. 29 ഒരു പ്രൈം നമ്പറാണ്. പോരാത്തതിന് ഇവിടെ ഈ ഒരു 3 നമ്പർ കൂട്ടുകയാണെങ്കിൽ 8, 2, 10, 17. 17 എന്ന് പറഞ്ഞതും ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചിലപ്പോൾ അന്നത്തെ ദിവസം അടിക്കാൻ കാരണം അതായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാണുന്ന ടിക്കറ്റുകൾ ഒന്നുകൂടി നോക്കിക്കോ, കറക്റ്റായിട്ട് അത് വരും. ഇനി നമുക്ക് 78, 23 അടിച്ചിട്ടുണ്ട്. ശരി. 78, 29 വന്നിട്ടുണ്ടോ? ഇതേ 78, 29 വന്നു. അതെന്താ വന്ന് 10 കഴിഞ്ഞു. കറക്റ്റായിട്ട് 12-ാം തീയതിയിലും 78, 29 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 78, 25 കാണണ്ടേ? ഈ 78, 25 എന്ന് പറഞ്ഞ നമ്പർ ഇതിൽ വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ 78, 25 അടിച്ച് കിടക്കുന്നുണ്ട്. ഇതേണ്ടല്ലേ? ഇതാണ് 78, 25. അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ്. ഇതേണ്ടല്ലേ? കാണുന്നില്ല നിങ്ങൾക്ക്? ഇതാണ് 78, 25. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 78, 23 കഴിഞ്ഞ് 78, 25 കയറണം, ഇങ്ങോട്ട് വരണം, ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കാണണം. അപ്പോൾ ഞാൻ ഇന്നലത്തെ റിസൾട്ട് എടുത്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് പ്രൈസിൽ തന്നെ കാണാൻ പറ്റും 78, 25 എന്നുള്ളത് സെക്കൻഡ് പ്രൈസിൽ. അതായത് സെക്കൻഡ് പ്രൈസിൽ അടിച്ചത് 78, 25 അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ അങ്ങനെയും കിട്ടും. അല്ല 78, 25 എന്ന് പറഞ്ഞാൽ ഈ 78ഉം 25 എന്നുള്ള ഈ ഒരു നമ്പർ സെക്കൻഡ് പ്രൈസിൽ അടിച്ചിട്ടുണ്ടാവും. ഇടയിൽ ഒരു 60 കയറി എന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല. പക്ഷേ അത് നോക്കി നടക്കുകയാണെങ്കിൽ അവരെ കണ്ണിൽ പെടുമ്പോൾ ഇതെടുത്താൽ ചിലപ്പോൾ അവർക്ക് കിട്ടിയേക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ. കറക്റ്റായിട്ട് 78, 24 അടിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇവിടെ 78, 24 ഇതിൻ്റെ ഇടയിൽ വന്ന് പോയിട്ടുണ്ട്. അതും കൂടി എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് കൂട്ടുമ്പോൾ എത്രയാണ്? കറക്റ്റായിട്ട് 29 കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇനി 4 വന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. 9 കഴിഞ്ഞാൽ 29. നമ്മളിപ്പോൾ കറക്റ്റായിട്ട് കൂട്ടുമ്പോൾ 29 കിട്ടിയിട്ടുള്ളത്. 29 കഴിഞ്ഞാൽ 30, 31, 32, 33. 33 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 33 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 33 എന്ന് പറഞ്ഞാൽ 6ൻ്റെ നമ്പറാണ്. അതായത് കറക്റ്റായിട്ടൊരു പ്രൈം നമ്പർ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതിനെ 3, 6, 9ൻ്റെ നമ്പറിലേക്ക് എത്തിച്ചു. അപ്പം നമുക്ക് അവിടെ 4 വരിക. അതായത് 78 ഇത് മറ്റേ പാറ്റേണിലേക്ക് അപ്പോൾ കിടക്കും. 78, 21, 78, 24, 78, 27 കണ്ടില്ലേ? അപ്പോൾ ഇനി 78, 21 മുന്നേ അടിച്ച് പോയിട്ടുണ്ടായിരിക്കണം. 78, 24 അടിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും 78, 27 വന്നിരിക്കും. അത് ഇങ്ങനെ ഒരു പാറ്റേൺ. അതായത് ഒരു പ്രൈം നമ്പറാണ് നമുക്ക് ഇത് കൂട്ടി കിട്ടുന്നതെങ്കിൽ പ്രൈം നമ്പറിൽ മാത്രമേ 1, 4, 7 എന്നുള്ള പാറ്റേൺ പോവുള്ളൂ. പോരാത്തതിന് നമ്മളിങ്ങനെ ഈ പ്രൈം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു 9 കൂടിയും കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ വേറൊരു നമ്പർ കിട്ടും 38. അപ്പോൾ അങ്ങനെ 38 കൂട്ടി കിട്ടുന്ന നമ്പറുകളിൽ ലാസ്റ്റ് ഏതെടുക്കണം എന്നുള്ളത്
ഒരു മെത്തേഡാണ് നമ്മളിവിടെ 3ഉം 5ഉം 9ഉം എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 3 വന്നിട്ടുണ്ടെങ്കിൽ 5 വരും, 5 വന്നിട്ടുണ്ടെങ്കിൽ 9 വരും, അങ്ങനെ നിങ്ങൾക്ക് നോക്കിയെടുക്കാം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേറൊരു ടിക്കറ്റും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെ, ഇനിയിപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. ഇത് കറക്റ്റായിട്ട് മനസ്സിലാകുന്ന ടിക്കറ്റ് നോക്കിയിട്ട്, ഇത് ടിക്കറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് സ്കാൻ ചെയ്യുന്നത് പോലെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇത് നോക്കാം നമ്മൾ. ഇത് ഇന്നലത്തെ കാരുണ്യമാണ്, 16-ാം തീയതിയിലത്തെ കാരുണ്യമാണ്, നിങ്ങൾക്കറിയാം. പക്ഷേ ഈ നമ്പർ വന്നിട്ടില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എന്താ സംഭവം എന്നുള്ളത്. അതായത് 5 1 6 6 3 9 9 2 എത്രയാണ്? 9 2 11. 11 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? 11 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ പ്രൈം നമ്പറുകൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ടില്ല. അതായത് 11 വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഏത് നമ്പർ എടുക്കണം എന്നുള്ളത് ഇതിലുണ്ടാവില്ല. എന്താ കാരണം? ഇത് പ്രൈം നമ്പർ അല്ല. കാരണം ഇത് പ്രൈം നമ്പർ അല്ലാത്ത നമ്പറുകളിൽ നിന്നാണ് നമ്മളിത് ഈ പാറ്റേൺ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ 11 വന്നാൽ ഇവിടെ ഏത് എടുക്കണം എന്നുള്ളത് നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടണമെന്നില്ല. കാരണം ഇത് ഫുള്ള് പ്രൈം നമ്പർ അല്ല. 32 പ്രൈം നമ്പറാണോ? അല്ല, പ്രൈം നമ്പർ അല്ലാത്ത നമ്പറുകളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ പ്രൈം നമ്പർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 9 കൂട്ടേ വേണ്ടോ? 11 നമുക്ക് 11 ഇവിടെ കിട്ടിയത്. 11 കഴിഞ്ഞാൽ 12 13 14 15 16 17 18 19 20 ഇവിടെ കറക്റ്റ് 13 20ൻ്റെ ബ്ലോക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 20 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ലാസ്റ്റ് എത്ര എടുക്കണം എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ? ഇവിടെ 20 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 20 ഒരു ടിക്കറ്റ് നമുക്ക് 20 കൂട്ടി കിട്ടുന്നതെങ്കിൽ, മനസ്സിലായല്ലോ? 20 കൂട്ടി കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇതിലെടുക്കാം. 3 അല്ലെങ്കിൽ 9 എടുക്കാം. ഇതൊരു പ്രൈം നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ഇതിൽ കൂടി ഒരു 9 കൂട്ടുമ്പോൾ നമുക്ക് 20 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 3 അല്ലെങ്കിൽ 9 എടുക്കാം. ഇനി ഇവിടെ നമുക്ക് 13 23 അല്ലെങ്കിൽ 13 20. 13 20 നല്ലൊരു നമ്പറാണ്. കാരണം കറക്റ്റ് 9 കൂട്ടിയപ്പോൾ 20 കിട്ടിയത്. അപ്പോൾ 0 3 9 ഇവിടുത്തെ കണക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. 13 20 13 23 13 29. ഇവിടെ ഞാൻ ഈ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, സ്ത്രീശക്തിയിൽ തന്നെ, അതായത് 12-ാം തീയതിയിൽ തന്നെ 13 23 100-ലടിച്ച് കിടക്കുന്നുണ്ട്. പോട്ടെ, അതവിടെ കിടക്കട്ടെ. ഇപ്പുറത്ത് അതിൻ്റെ പിറ്റേ ദിവസം 11-ാം തീയതിയിലും ഇവിടെ 13 20 അടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് നോക്കുകയാണെങ്കിൽ 13 29 ചാൻസ് തന്നെയാണ്. അല്ലെങ്കിൽ ഈ രണ്ട് നമ്പറിൽ ഏത് നമ്പറായാലും കയറി അടിക്കാനും കറക്റ്റായിരിക്കും. അത് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഇനി നമുക്ക് ഇതൊരു 11 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ പ്രൈം നമ്പറുകളിൽ മാത്രമേ നമുക്ക് ഏത് കയറാൻ പറ്റുള്ളൂ? 3 6 9ൻ്റെ നമ്പർ ഈ സൈഡിൽ കയറുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടി നോക്കി നോക്കാം. അത് നമുക്ക് ഇതെന്തായാലും ഇത് മൊത്തം കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 11 കിട്ടുന്നത്. 11 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് പ്രൈം നമ്പറുകളിൽ മാത്രമേ ലാസ്റ്റ് 1 4 7 വരുള്ളൂ. എന്താ ആ 3 6 9ൻ്റെ പാറ്റേണും വരുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ചാൻസും വരുന്നത് 13 21 അടിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് നോക്കാം. 13 21 ആണെങ്കിൽ പിന്നെ 13 24 13 27. ഓക്കെ, അപ്പോൾ ഈ 1 4 7 വരുമ്പോൾ അവിടെ കറക്റ്റായിട്ട് നമുക്ക് എന്ത് വരും? 3 6 9ൻ്റെ മെത്തേഡിലേക്ക് കിടക്കും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 കഴിഞ്ഞാൽ നമ്മളിത് മൊത്തം കൂട്ടിയിട്ടുള്ളത് 11 കഴിഞ്ഞാൽ എത്ര? 11 കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 11 12 എന്ന് പറയുന്നത് ഒരു 3ൻ്റെ നമ്പറാണ്. പിന്നെ 11 കഴിഞ്ഞാൽ 4 കൂട്ടുമ്പോൾ എത്രയാണ്? 15 വരുന്നത്. 15 എന്ന് പറയുന്നത് 6ൻ്റെ നമ്പറാണ്. ഇനി 11 7 കൂട്ടിയിട്ടുള്ളത്. ഇവിടെ കിട്ടിയിട്ടുള്ളത് 7. അപ്പോൾ ഇവിടെ 18 തന്നെയാണ്, ഇവിടെ 9. അപ്പോൾ 3 6 9ൻ്റെ നമ്പർ അങ്ങനെയാണ് പോകുന്നത്. അതൊരു പ്രൈം നമ്പർ ആണെങ്കിൽ മാത്രമേ ആ ഒരു പാറ്റേൺ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രൈം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 9 കൂട്ടിയിട്ട് നമ്മളെ ഇതിലെടുക്കുന്ന രീതിയിലും പിന്നെ 3 6 9ൻ്റെ രീതിയിലും പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏത് നമ്പറാണോ മുന്നേ അടിച്ചിട്ടുള്ളത് അതും കൂടി നോക്കണം. ഇപ്പോൾ 13 20 അടിച്ചിട്ടുണ്ട്, 23 അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 29 വരാം. ഓക്കെ, കണ്ണിങ്ങാണ്. അതേസമയം മുന്നേ 5000-ൽ 13 21 അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ 13 24 27 ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് ഇതിൽ നോക്കിത്തരാം. ഇതൊന്നും കൂടി നോക്കാം നമുക്ക്. ഇപ്പോൾ 88 78 31. ഓക്കെ, ഈ ഒരു നമ്പർ നോക്കാം നമുക്ക്. 7 3 10 18 18 20 26 26 34 കിട്ടുന്നത്. ഇവിടെ കിട്ടുന്നത് നോക്കട്ടെ നിങ്ങൾ. ഇവിടെ 34 കിട്ടുന്നത്. 34 ആണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ 34 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതൊരു പ്രൈം നമ്പറും അല്ല, ഒന്നുമല്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ഇവിടെ 34 വെച്ചിട്ടുണ്ടാവും. അതെ, 34 കിട്ടുന്ന നമ്പറുകളിൽ നമ്മൾ എത്ര എടുക്കണം? 3 എടുക്കാം, 7 എടുക്കാം, 9 എടുക്കാം. ഇവിടെ 78 33. ഓക്കെ, നമുക്ക് കാണിച്ചില്ല. ഇവിടെ 78 33 78 37 78 39. ഇങ്ങനെ 3 ചാൻസ് ഉണ്ട്. ഇതിൽ 78 37 നിങ്ങൾ വേണമെങ്കിൽ നോക്കിയാൽ 5000 അടിച്ചു പോയൊരു നമ്പറാട്ടോ. ഇത് അടിച്ചു പോയിട്ടുണ്ട്. പിന്നെ എന്നിട്ടാണ് അവർ വീണ്ടും, അതും 14-ാം തീയതിക്ക് മുന്നേ
അടിച്ച് പോയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. ഇത് 14 മുന്നേ അടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ആ അടിച്ച് പോയതൊക്കെ തന്നെയാണ് അവർ വീണ്ടും വീണ്ടും ഇറക്കുന്നത്. കാരണം അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇത് 78-33 ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അതേ കിടക്കുന്നു 78-33. കാരണം ആ ഒരു നമ്പറിൽ 379 അപ്പോൾ അതിൽ 5078-37 അടിച്ച് പോയിട്ടുണ്ട്. ഇനി 78-39 വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് 39 ഒരു ചാൻസ് തന്നെയാണ്. അതുപോലെ ഈ 78-39 എന്ന് പറഞ്ഞൊരു നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഒരു നമ്പർ പല രീതിയിലും ചാൻസ് ഉണ്ട് ഈ ഒരു നമ്പറിന്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് 78-93 ആയിട്ടും 78-78-78 78-39 അങ്ങനെ ഈ ഒരു നമ്പർ ഭയങ്കര ചാൻസ് ആണ്. അത് നോട്ട് ചെയ്ത് വെച്ചു നിങ്ങൾ. ഓക്കെ. പിന്നെ ഈ ഒരു നമ്പർ 78-33 ഒരുപാട് തവണയായി 100 ഇങ്ങനെ വന്ന് പോകണം. ഇതെങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഈ ഒരു ചാൻസ് ഇങ്ങനെയാണ് വരുന്നത് കറക്റ്റായിട്ട്. അപ്പോൾ ഇതിലിങ്ങനെ എടുക്കാം. ഓക്കെ. പിന്നെ അത് മാത്രമല്ല ഇതിൽ പ്രത്യേകത ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇവിടെ 7-3-10-11 ഈ ഒരു നമ്പറും 11 തന്നെയാണ്. ഇത് മൊത്തം കൂട്ടുമ്പോഴും കിട്ടുന്നത് എത്രയാണ് നമ്മൾ പറഞ്ഞത് 31-70 ബ്ലോക്ക് തന്നെയല്ലേ പറഞ്ഞത്. ഇത് മൊത്തം കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത് അവിടെ? ഇത് മൊത്തം കൂട്ടുമ്പോൾ 18. അതാണ് ഈ ഒരു 3 നമ്പർ 7-3-10-11 പക്ഷേ ഇത് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ 18 കണ്ട. അപ്പോൾ ഇവിടെ 9 നമ്പറും ഈ പ്രൈം നമ്പർ ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റുകൾ നോട്ട് ചെയ്ത് വെച്ചോ. അങ്ങനെയുള്ള ടിക്കറ്റുകൾ മാത്രമേ പ്രൈസും കൂടുതൽ വരുള്ളൂ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,08,00,000 ടിക്കറ്റ് ഇതിൻ്റെ ബാക്കിൽ തന്നെ പറയുന്നുണ്ട്. ടിക്കറ്റ് വില 50 രൂപയാണ്. 1,08,00,000 രൂപ രൂപയല്ല 1,08,00,000 ടിക്കറ്റുകൾ അച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇവർ കൊടുക്കുന്നത് ഏകദേശം 10%. ബാക്കി 90 കടലാസാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ആ കടലാസുകളിൽ നമ്മൾ ഇങ്ങനെയുള്ള നമ്പറുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെലക്റ്റീവായിട്ട് കുറച്ച് എടുക്കാം. ബാക്കി കടലാസുകളൊന്നും വെറുതെ കാശ് കൊടുത്ത് എടുക്കേണ്ട എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇനി നമ്മൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ആദ്യം ഞാനിതിൻ്റെ ഈ വീഡിയോസിൻ്റെ സൈഡിൽ ഫോട്ടോസ് ഇങ്ങനെ കൊടുക്കാം. ഇതെന്താണ് ഈ പാറ്റേൺ എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. അതായത് ഒരു നമ്പർ കൂട്ടുമ്പോൾ 18 കിട്ടി. ഓക്കെ. 18 കിട്ടിയെന്ന് വിചാരിക്കാം. 18 കഴിഞ്ഞാൽ 19 ഒരു പ്രൈം നമ്പറാണ്. 19 കഴിഞ്ഞാൽ 20, 21, 22, 23 കണ്ടില്ലേ. 23 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 18 നിന്ന് ഇവിടെ 23 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1ഉം 5ഉം 18 കൂട്ടിയ നമ്പറുകളിൽ 1ഉം 5ഉം ലാസ്റ്റ് എടുക്കാം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ 18 കഴിഞ്ഞാൽ 19 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ അവിടെ 1 വന്നു. അത് കഴിഞ്ഞ് 23 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ അവിടെ 5 വന്നു. അതാണ് ആ ഒരു പാറ്റേൺ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ്റേണുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അതായത് ഇത് ഞാൻ വ്യക്തമായിട്ട് വേറൊരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു നമ്പർ കണ്ടില്ലേ നിങ്ങൾ 67 ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള പാറ്റേൺ ആണ്. 60-67 ഇതല്ലേ 60-67. ഇനി അതിനുശേഷം നിങ്ങൾ നോക്കി 72-79 72-70 60-67 വന്നപ്പോൾ 72-70 ബ്ലോക്ക് അടിച്ചിട്ടുണ്ടാവും 5000. അത് നിങ്ങൾ നോക്കി അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യമില്ല. 70-70 ബ്ലോക്കും അടിച്ചിട്ടുണ്ടാവും. ഇതേണ്ട 70-72 ഈ ഒരു നമ്പർ 5000 കയറി അടിച്ചിട്ടുണ്ട്. അത് ഇതിലുള്ള ഈ ഒരു ബ്ലോക്കുകളും കറക്റ്റായിട്ട് വരുന്നുണ്ട്, നമ്പറുകളും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കി 46-53 ഫസ്റ്റ് പ്രൈസിൽ വരെ കയറിയിട്ടുണ്ടാവും. 46-53 എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേണ്ട 46-53 ഇതൊരു പാറ്റേണിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാറ്റേണിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 82-80 ബ്ലോക്ക് വേണമെങ്കിൽ നോക്കി അടിച്ച് പോയിട്ടുണ്ടോ. ഇന്നലെ വേണമെങ്കിൽ അടിച്ചിട്ടുള്ള നമ്പർ നോക്കി നിങ്ങൾ 64-71 അടിച്ച് പോയിട്ടുണ്ടോ. ഇനി അത് പോട്ടെ. ഇത് എവിടെ നോക്കി നിങ്ങൾ ഇത് കണ്ടില്ലേ 66-73 77-83 ഇത് നോക്കി നിങ്ങൾ 66-73 77-83 ഈ നമ്പറുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ അടിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേറൊരു നമ്പറും കൂടി കാണിച്ചു തരാം. ഒരുപാട് നമ്പറുകൾ അങ്ങനെ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ പാറ്റേണിൽ എന്തോ ഒരു കാര്യം കൂടി ഉണ്ട്. അത് നമുക്ക് നോക്കാം നമുക്ക് എന്തായാലും. ഇത് കണ്ടില്ലേ 21-29 ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 21-29 ഇവിടെ ഉണ്ടാവും. ഒരു നമ്പറല്ല കേട്ടോ, ഒരുപാട് ഇതല്ലേ 21-29 ഇതൊക്കെ ഈ പാറ്റേണിൽ എഴുതി വെച്ചിട്ടുള്ള നമ്പറാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതാണ് 22-30 ബ്ലോക്കിൽ 22-37 അത് 5000 അടിച്ചിട്ടുണ്ടാവും. 22-37 വേണ്ട 22-37 ആ ഒരു ബ്ലോക്കിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരുപാട് ബ്ലോക്കുകൾ അങ്ങനെ അടിച്ച് പോകുന്നുണ്ട്. 32-41 നിങ്ങൾക്കറിയാം. മുന്നേ 32-41 അതും അടിച്ചു പോയിട്ടുണ്ട്. 33-40 ബ്ലോക്ക് അടിച്ചു പോയിട്ടുണ്ട്. 34-40 ബ്ലോക്ക് അടിച്ചു പോയിട്ടുണ്ട്. ഇതേ 34 ഉണ്ടല്ലേ 34-45 എന്താണെന്നുള്ളത് അറിയുന്നില്ല. ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഈ പാറ്റേൺ ഒരുപാട് നല്ലൊരു അർത്ഥമുള്ളൊരു സംഭവമാണ്. 46-53 ഇനി 84-80 85-89 അടിച്ചു പോയിട്ടുണ്ട്. 84-80 ബ്ലോക്ക് അടിച്ചു പോയിട്ടുണ്ട്. 82-80 ബ്ലോക്ക് അടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ ഇത്രയും പാറ്റേണുകളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പാറ്റേൺ നമ്പറുകൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അത് കറക്റ്റായിട്ട് നോക്കിക്കോ. ഇതിൽ നോക്കാനൊന്നുമില്ല, സിമ്പിളാണ്. ഈ കാണുന്ന പാറ്റേൺ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചോ. ഒരു ടിക്കറ്റ് കാണുമ്പോൾ 35 കിട്ടുകയാണെങ്കിൽ ലാസ്റ്റ് നമ്പർ 268
അതേസമയം 35 അവിടെ നമുക്ക് പ്രൈം നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 9 കൂട്ടുക. അപ്പോൾ 40 വന്ന് നോക്കിയാൽ മതി. ഇവിടെ ഉണ്ടല്ലേ, അങ്ങനെ 40 കിട്ടുകയാണെങ്കിൽ ലാസ്റ്റ് നമ്പർ 1 അല്ലെങ്കിൽ 1 എടുക്കാം, 3 എടുക്കാം, 7 എടുക്കാം. അതാണ് ഇതിൻ്റെ ഈ ഒരു പാറ്റേണോട് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതൊക്കെ നമ്മൾ 2 നമ്പർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിൽ നമ്മളൊരു 0 ഇട്ടു എന്ന് മാത്രം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പിന്നെ നോക്കാനുണ്ട്. പിന്നെ ഇതൊക്കെ വെറും 17 എങ്കിലും നമ്മൾ ഇട്ടെന്ന് മാത്രം. 0 ഒക്കെ നമ്മൾ ഒരു 4 നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇട്ടെന്ന് മാത്രം. 0139, 0139. അപ്പോൾ അങ്ങനത്തെ നമ്പറുകളൊക്കെ കണ്ടില്ലേ, 0391 അടിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഈ നമ്പറുകൾ വരുമ്പോഴായിരിക്കാം ചിലപ്പോൾ എന്താ പറയുക, ഇതിന് താഴെയുള്ള 58, 60 ബ്ലോക്ക്, 70, 70 ബ്ലോക്ക് വന്നിട്ടുണ്ട്. അതുപോലെ 61, 70 ബ്ലോക്കൊക്കെ വന്നു പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ നമ്പറുകൾ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇനി ഇതിൻ്റെ പാറ്റേൺ ഒന്നുകൂടി നോക്കാണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ പാറ്റേൺ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചോ. ഇത്രയേ ഉള്ളൂ. ഇതിൽ 41, 30 ബ്ലോക്ക് അടിച്ച് പോയിട്ടുണ്ട്, 60, 30 ബ്ലോക്ക് അടിച്ച് പോയിട്ടുണ്ട്, 81, 70 ബ്ലോക്ക് അടിച്ച് പോയിട്ടുണ്ട്, 12, 10 ബ്ലോക്ക് അടിച്ച് പോയിട്ടുണ്ട്. ഇനി 14, 20 ബ്ലോക്ക് വന്നിട്ടില്ല, 15, 20 ബ്ലോക്ക് വന്നിട്ടില്ല, 16, 20 ബ്ലോക്ക് വന്നിട്ടില്ല, 18, 20 ബ്ലോക്ക് വന്നിട്ടില്ല, 20 ബ്ലോക്ക് വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല, 21, 20 ബ്ലോക്ക് വന്നിട്ടില്ല, 22, 30 വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയിലുള്ള ഇത്രയും ബ്ലോക്കുകൾ ചിലപ്പോൾ വരാനുള്ളതായിരിക്കാം തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് അടുത്ത വീഡിയോസിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. കാര്യങ്ങളൊക്കെ പിടിയിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും അടുത്ത വീഡിയോസിൽ കാണാം. ഈ പാറ്റേൺ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ലോട്ടറി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ.